ഹലോ ഫ്രണ്ട്സ്, പ്ലസ് ടു ഫിസിക്സിൻ്റെ 5th ചാപ്റ്ററാണ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. ഈ ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്ലാസ്സസ് ആണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് 3 ടോപ്പിക്സ് ആണ്. ഒന്ന് 5.3 മാഗ്നറ്റിസം ആൻഡ് ഗോസസ് ലോ, 5.4 ദ എർത്ത്സ് മാഗ്നറ്റിസം, 5.5 മാഗ്നറ്റൈസേഷൻ ആൻഡ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി. സോ എൻ സി ആർ ടി ബേസ്ഡ് ക്ലാസ്സസ് ആണ് നമ്മൾ എടുക്കുന്നത്. അതിലാണെങ്കിൽ 5.3, 5.4, 5.5 എന്നീ ടോപ്പിക്കിലുള്ള എല്ലാത്തരം എൻ സി ആർ ടി ക്വസ്റ്റൻസും അതുപോലെ എല്ലാത്തരം എൻ സി ആർ ടി കോൺസെപ്റ്റ്സും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് പഠിച്ചു തുടങ്ങാം. 5.3 മാഗ്നറ്റിസം ആൻഡ് ഗോസസ് ലോ. ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. ആക്ച്വലി ഈ ഗോസസ് ലോ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലും പഠിച്ചതാണ്. ഓർക്കുന്നുണ്ടോ? ഗോസസ് ലോ in electrostatics. ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്, ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ചാർജ് ഉണ്ട്, ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് കരുതുക. നമുക്കറിയാം പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? പുറത്തേക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ അയക്കും. സോ പോസിറ്റീവ് ചാർജ് പുറത്തേക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ, വൈദ്യുത ബലരേഖകളെ പുറത്തേക്ക് ഇങ്ങനെ അയക്കും. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഏതെങ്കിലും ഒരു സർഫസിന് പെർപെൻഡിക്കുലറായിട്ടാണ് വന്ന് വീഴുന്നതെങ്കിൽ അത്തരം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫ്ലെക്സ് ലൈൻസ്. ഇലക്ട്രിക് ഫ്ലെക്സ്. സോ എന്താണ് ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ട്രിക് ഫ്ലെക്സിനെ നമ്മൾ ഫൈ എന്ന അക്ഷരമാണ് സൂചിപ്പിക്കുന്നത്. ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് തന്നെയാണ്. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഏതെങ്കിലും ഒരു സർഫസിന് പെർപെൻഡിക്കുലറാണ് വന്ന് വീഴുന്നതെങ്കിൽ അത്തരം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫ്ലെക്സ്. ഫോർ എക്സാമ്പിൾ, ഞാനാണെങ്കിൽ ഇവിടെ ഒരു ക്ലോസ്ഡ് സർഫസ് എടുക്കാൻ പോവുകയാണ്. സോ ഞാനിവിടെ ഒരു ക്ലോസ്ഡ് സർഫസ് എടുക്കാൻ പോവുകയാണ്. ഇതാണ് എൻ്റെ ക്ലോസ്ഡ് സർഫസ്. സോ ഈ സർഫസിനകത്താണ് നമ്മളുടെ ചാർജ് ഇരിക്കുന്നത്. പ്ലസ് ക്യൂ എന്ന ചാർജ് ഈ ക്ലോസ്ഡ് സ്പിയറിൻ്റെ അകത്തിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഈ പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എല്ലാം തന്നെ എവിടെ വന്ന് വീഴും? നമ്മുടെ ഈ സർഫസിൽ വന്ന് വീഴും. ഈ സർഫസിനെ വിളിച്ച പേരെന്തായിരുന്നു? ഗോസിയൻ സർഫസ് എന്നായിരുന്നു വിളിച്ചത്. ഓർക്കുന്നുണ്ടോ? സോ ഈ ഗോസിയൻ സർഫസിനുള്ളിൽ ആര് വന്ന് വീഴും? ഇലക്ട്രിക് ഫ്ലെക്സ് ലൈൻസ് വന്ന് വീഴും. നോക്ക്, ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സർഫസിന് പെർപെൻഡിക്കുലറാണ് വന്ന് വീഴുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ വിളിക്കുന്ന പേരെന്താണ്? ഇലക്ട്രിക് ഫ്ലെക്സ് ലൈൻസ് എന്നാണ്. സോ ഈ ഇലക്ട്രിക് ഫ്ലെക്സ് ലൈൻസ് എല്ലാം തന്നെ എവിടെ വന്ന് വീഴും? നമ്മുടെ ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിൽ വന്ന് വീഴും. സോ ഗോസിയൻ സർഫസിൽ വന്ന് വീണ ആകെ ഫ്ലെക്സ് ലൈൻസ് ഫൈ വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കും? ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാമായിരുന്നു. എന്താണ് ഡി എസ് എന്ന് പറയുന്നത്? ഗോസിയൻ സർഫസിൻ്റെ ഒരു ചെറിയ ഏരിയയാണ് ഡി എസ് എന്ന് പറയുന്നത്. ശരിയല്ലേ? ഡി എസ് എന്താണ്? ഡി എസ് എന്ന് പറഞ്ഞത് ഏരിയ വെക്ടറാണ്. സർഫസ് ഏരിയയുടെ ഒരു ചെറിയ ഭാഗം എടുത്തു കഴിഞ്ഞാൽ, ഈ ഗോസിയൻ സർഫസിൻ്റെ സർഫസ് ഏരിയയുടെ ഒരു ചെറിയ ഭാഗം എടുത്തു കഴിഞ്ഞാൽ അതാണ് ഡി എസ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഓവർ എ ക്ലോസ്ഡ് സർഫസ് വിച്ച് ഈസ് ഈക്വൽ ടു ഫ്ലെക്സ് എന്ന് കിട്ടും നമുക്ക്. ഇനിയാണെങ്കിൽ നമ്മളിത് എക്സ്പാൻഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഓവർ എ ക്ലോസ്ഡ് സർഫസ്. ഇതിൻ്റെ മീനിങ് എന്താണ്? ആകെ ഫ്ലെക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡ് ബൈ എപ്സിലോൺ 0 എന്ന് കിട്ടുമായിരുന്നു. ഇതാണ് ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പറഞ്ഞിരുന്നത്. അതായത് ദ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഓവർ എ ക്ലോസ്ഡ് സർഫസ് വിച്ച് ഈസ് ഈക്വൽ ടു 1 ബൈ എപ്സിലോൺ 0 ടൈംസ് ഓഫ് നെറ്റ് ചാർജ് എൻക്ലോസ്ഡ്. സോ ഒരു ചാർജ് ആണെങ്കിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫ്ലെക്സ് ലൈൻസിൻ്റെ എണ്ണം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാമായിരുന്നു. ഇനി നമുക്ക് നോക്കാം ആക്ച്വലി എന്താണ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം പറഞ്ഞു തരുന്നതെന്ന്. ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം പറഞ്ഞു തരുന്നത് ഇത്രയും ഉള്ളൂ. വളരെ സിമ്പിൾ കാര്യമാണ്. എൻ്റെ കയ്യിലൊരു കാന്തമുണ്ട്, ഒരു മാഗ്നറ്റ് ഉണ്ട്. നമുക്കറിയാം മാഗ്നറ്റിന് 2 പോളുണ്ട്. ഏതൊക്കെയാണ്? നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട്. സോ നോർത്ത് പോൾ ആണെങ്കിൽ ഇലക്ട്രിക് ഫ്ലെക്സ് ലൈൻസിനെ അയക്കും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ നോർത്ത് പോളിൽ തുടങ്ങി അത് സൗത്ത് പോളിൽ എൻഡ് ചെയ്യും. ഇനി സൗത്ത് പോളിൻ്റെ അകത്തൂടെ കടന്ന് അത് എവിടെ എത്തിച്ചേരും? നോർത്ത് പോളിൽ എത്തിച്ചേരും. സോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ക്ലോസ്ഡ് ലൂപ്പായിട്ട്, നോക്ക്, ക്ലോസ്ഡ് ലൂപ്പായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നവയാണ്. സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അങ്ങനെയാണോ? അല്ല, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്ലോസ് ലൂപ്പിനെ ഉണ്ടാക്കത്തില്ല. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണെങ്കിൽ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ പുറത്തേക്ക് ഇലക്ട്രിക് ഫീൽഡ് അയക്കും, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡ് ലൈനെ അകത്തേക്ക് വലിച്ചെടുക്കും.
സോ ഇവിടെയാണെങ്കിൽ ഒരു കാന്തമാണ്. സോ കാന്തത്തിന് 2 പോളുണ്ട്, അതൊരു ഡൈപോളാണ്. സോ ഇവിടുന്നാണെങ്കിൽ നോർത്ത് പോളിൽ നിന്നാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് പോകുന്നെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എവിടെ വന്ന് എൻഡപ്പ് ചെയ്യും, എവിടെ വന്ന് അവസാനിക്കും, സൗത്ത് പോളിൽ വന്ന് അവസാനിക്കും. ഇനി സൗത്ത് പോളിലൂടെ വീണ്ടും കടന്ന് മാഗ്നറ്റിൻ്റെ ഉള്ളിലൂടെ കടന്ന് അത് വീണ്ടും നോർത്ത് പോളിൽ ചെല്ലുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എല്ലാം കടന്നു പോകുന്നത്. സോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ് കടന്നു പോകുന്നത്. കാര്യം മനസ്സിലായോ? ഇനിയാണെങ്കിൽ കരുതുക, ഞാൻ ഈ മാഗ്നറ്റിനെ അടച്ചു വെക്കാൻ പോവുകയാണ്. സോ ഞാനാണെങ്കിൽ ഒരു എൻക്ലോസ്ഡ് സർഫസിനകത്ത് ഇതാണ് എൻക്ലോസ്ഡ് സർഫസ്. ഈ സർഫസിനുള്ളിലാണെങ്കിൽ നമ്മളുടെ മാഗ്നറ്റിനെ അടച്ചു വെച്ചു. ഇനി പറയുകയാണ്, ഈ എൻക്ലോസ്ഡ് സർഫസ് ഫോർ എക്സാമ്പിൾ ഗോസിയൻ സർഫസ്, ഈ ഗോസിയൻ സർഫസിൻ്റെ അകത്ത് വന്ന് വീണ ഫ്ലെക്സിൻ്റെ എമൗണ്ട് എത്രയാണ്? നോക്ക്, ഇവിടെ ഒരു ഫ്ലെക്സും എവിടെ വന്ന് വീണില്ല, നമ്മുടെ ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിൽ വന്ന് വീണില്ല. നേരത്തെ ആയിരുന്നെങ്കിലോ, നമ്മൾ നേരത്തെ പഠിച്ച കേസിലാണെങ്കിൽ ഇവിടെ ഗോസിയൻ സർഫസിനുള്ളിൽ ആര് വന്ന് വീഴായിരുന്നു? ഫ്ലെക്സ് വന്ന് വീണായിരുന്നു. സോ ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്, അതായത് ആകെ ഫ്ലെക്സ് ഗോസിയൻ സർഫസിൽ വന്ന് വീണ ആകെ ഫ്ലെക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ഓഫ് ക്യൂ ആയിരുന്നു. സോ ഇത്രയും ഫ്ലെക്സ് വന്ന് വീണായിരുന്നു. ഇതിൻ്റെ മീനിങ് എന്താണ്? ഗോസിയൻ സർഫസിൽ വന്ന് വീണ ഫ്ലെക്സ്. സോ ഗോസിയൻ സർഫസിൽ എന്തുമാത്രം ഫ്ലെക്സ് വന്ന് വീണു? നേരത്തെ ഇവിടെ ചാർജാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്കറിയാം 1/ε0 ടൈംസ് ഓഫ് ക്യൂ, അത്രയും ഫ്ലെക്സ് വന്ന് വീണ് കാണാം. അങ്ങനെയെങ്കിൽ ഈ കേസിലാണെങ്കിൽ ഗോസിയൻ സർഫസിനുള്ളിൽ യാതൊരു ഫ്ലെക്സും വന്ന് വീണില്ല. കാരണം എന്താണ്? നോർത്ത് പോൾ ഉണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് ഉറപ്പായിട്ടും ആര് കാണും? സൗത്ത് പോൾ കാണും. സോ നോർത്ത് പോൾ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ, നോർത്ത് പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എവിടെ വന്ന് അവസാനിക്കുകയുള്ളൂ? അത് സൗത്ത് പോളിൽ വന്ന് അവസാനിക്കുകയുള്ളൂ. അതൊരിക്കലുമാണെങ്കിൽ പുറത്തേക്ക് പോവുകയില്ല. ഇനി പുറത്തേക്ക് പോയാലോ? ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് പുറത്തേക്ക് പോയി ഒരു ഫീൽഡ് ലൈൻസ്, ഇവിടുന്ന് പുറത്തേക്ക് പോയി, അത് പുറത്തേക്ക് പോയി അങ്ങ് അനന്തതയിലേക്ക് പോകത്തില്ല. അതെന്ത് ചെയ്യും? കറങ്ങി എവിടെ വന്ന് തിരിച്ചു വരും? സൗത്ത് പോളിലേക്ക് വന്ന് അവസാനിക്കും. സോ എന്തുമാത്രം ഫ്ലെക്സ് ആണോ പുറത്തു പോയത് അത്രയും ഫ്ലെക്സ് അകത്ത് കയറി വരും. അങ്ങനെയെങ്കിൽ വീണ്ടും പറയാം, ഗോസിയൻ സർഫസിൽ വീണ ആകെ ഫ്ലെക്സിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. നോക്ക്, എത്ര ഫ്ലെക്സ് ആണോ പുറത്തു പോയത് അത്രയും ഫ്ലെക്സ് തന്നെ അകത്തേക്ക് കയറുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ നെറ്റ് ഫ്ലെക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ നമുക്കറിയാം, ഫ്ലെക്സിനെ നമ്മൾ ഫൈ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഫൈ വിച്ച് ഈസ് ഈക്വൽ ടു, നേരത്തെ എങ്ങനെയാണ് പഠിച്ചത്? ഇലക്ട്രിക് ഫ്ലെക്സിൻ്റെ കാര്യം എങ്ങനെയാണ് പറഞ്ഞത്? ഇലക്ട്രിക് ഫ്ലെക്സിനെ നമ്മൾ ഫൈ വിച്ച് ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ് എന്നാണ് സൂചിപ്പിച്ചത്. നമുക്ക് ഇ ഡോട്ട് ഡി എസ് എന്നാണ് നമ്മൾ ഫ്ലെക്സിനെ സൂചിപ്പിച്ചത്. അതുപോലെ മാഗ്നറ്റിക് ഫ്ലെക്സിനെ സൂചിപ്പിക്കാം ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇക്ക് പകരം പറയണം ബി, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡോട്ട് ഡി എസ്. ഇതിൻ്റെ മീനിങ് എന്താണ്? ഗോസിയൻ സർഫസിൽ വന്ന് വീണ ആകെ ഫ്ലെക്സ്. സോ ഗോസിയൻ സർഫസിൽ വന്ന് വീണ ആകെ മാഗ്നറ്റിക് ഫ്ലെക്സ് ആണ് ഇത്രയും, ഗോസിയൻ സർഫസിൽ വന്ന് വീണ ആകെ ഇലക്ട്രിക് ഫ്ലെക്സ് ആണ് ഇത്രയും. ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ പറയാം, ഗോസിയൻ സർഫസിൽ വന്ന് വീണ ആകെ ഫ്ലെക്സ് ഫൈ എങ്ങനെ പറയാം? ബി ഡോട്ട് ഡി എസ്. സോ എന്താണ് ബി ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത്? ഗോസിയൻ സർഫസിൽ വന്ന് വീണ ആകെ ഫ്ലെക്സ്, ഗോസിയൻ സർഫസിൽ വന്ന് വീണ ആകെ ഫ്ലെക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 0 ആണ് ഇവിടെ. എന്തുകൊണ്ടാണ് 0 ആയത്? കാരണം മോണോപോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എന്താണ് മോണോപോൾ എന്ന് പറയുന്നത്? ഒരു പോളായിട്ട് മാത്രം ഒരു മാഗ്നറ്റിനെ കാണാൻ കഴിയുകയില്ല. ഒരു നോർത്ത് പോൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും തൊട്ടപ്പുറത്ത് ആര് കാണും? ഒരു സൗത്ത് പോൾ കാണും. സോ നോർത്ത് പോളിൽ നിന്നുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉറപ്പായിട്ടും എവിടെ വന്ന് വീഴും? സൗത്ത് പോളിൽ വന്ന് വീഴും. അതുകൊണ്ട് ഗോസിയൻ സർഫസിലൂടെ കടന്നുപോയ ആകെ ഫ്ലെക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. നോക്ക്, എത്ര ഫ്ലെക്സ് ആണോ പുറത്തേക്ക് പോയത് അത്രയും ഫ്ലെക്സ് അകത്തേക്ക് വരുന്നുണ്ട്. സോ നമ്മൾ പറയും നെറ്റ് ഫ്ലെക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? അത് 0 ആയിരിക്കും. സോ നിങ്ങളുടെ എക്സാമിനേഷന് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ പറയണം, ദ നെറ്റ് മാഗ്നറ്റിക് ഫ്ലെക്സ്, ദ നെറ്റ് മാഗ്നറ്റിക് ഫ്ലെക്സ് ത്രൂ any closed surface is equal to is always equal to എത്രയായിരിക്കും? is always equal to 0 ആയിരിക്കും. the net magnetic flux through any closed surface is 0. നോക്ക്, നമ്മളിവിടെ കുറേ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എടുക്കാൻ പോവുകയാണ്. ഇത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയാണെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഇവിടെയാണെങ്കിൽ ഞാനൊരു ക്ലോസ് സർഫസ് എടുക്കാൻ പോവുകയാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെയാണെങ്കിൽ ഒരു ക്ലോസ് സർഫസ് എടുത്തു. ഇതാണ് എൻ്റെ ക്ലോസ്ഡ് സർഫസ്.
ഈ ക്ലോസ് സർഫസിൽ വന്ന് വീണ ആകെ ഫ്ലക്സിൻ്റെ വാല്യൂ എത്രയാണ്? ഇതിൻ്റെ വാല്യൂ 0 ആണ്. കാരണം എന്താണ്? എന്തുമാത്രം ഫ്ലക്സ് ആണോ അകത്തേക്ക് വീണത് അത്രയും ഫ്ലക്സ് തന്നെ പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. ശരിയില്ലേ? നോക്ക്, എത്ര ഫ്ലക്സ് ആണോ അകത്ത് വന്ന് വീണത് അത്രയും ഫ്ലക്സ് തന്നെ പുറത്തിറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. സോ ദ ടോട്ടൽ ഫ്ലക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? ടോട്ടൽ ഫ്ലക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 0. ഈ ടോട്ടൽ ഫ്ലക്സ് നമ്മൾ എങ്ങനെ പറയും? ഇൻ്റഗ്രൽ B.ds. ശരിയാണോ? ഇതാണ് ടോട്ടൽ ഫ്ലക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ ഇതാണ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസത്തിൻ്റെ എക്സ്പ്രഷൻ. അതുപോലെ പരീക്ഷയ്ക്ക് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് എഴുതി വെക്കേണ്ടത്. എന്താണ് എഴുതി വെക്കേണ്ടത്? ദ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് 0. ഇതിൻ്റെ മീനിങ് എന്താണ്? എന്താണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്? ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസത്തിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് മോണോപോൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. എന്താണ് മോണോപോൾ? മോണോപോൾ എന്താണ് മോണോപോൾ എന്ന് പറയുന്നത്? ഒരൊറ്റ പോളായിട്ട് ഒരിക്കലും കാണുകയില്ല. ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ മോണോപോൾ കാണുമോ? ഒരിക്കലും മോണോപോൾ കാണുകയില്ല. ഒരു മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ നോർത്ത് പോൾ ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അപ്പുറത്ത് തൊട്ടപ്പുറത്ത് എന്ത് കാണും? സൗത്ത് പോൾ കാണും. സോ നോർത്ത് പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലെക്സ് ലൈൻസ് എവിടെ വന്ന് വീഴും? സൗത്ത് പോളിൽ വന്ന് വീഴും. നമുക്കറിയാം ഫ്ലെക്സ് ലൈൻസ് എന്ന് പറഞ്ഞത്, മാഗ്നറ്റിക് ഫ്ലെക്സ് ലൈൻസ് എന്ന് പറയുന്നത് ക്ലോസ് ലൂപ്പായിട്ടാണ് പോകുന്നത്. സോ ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ സഞ്ചരിക്കും. അതായത് ഒരു പോളായിട്ട് മാത്രം കാണുകയില്ല. ചാർജ് ആണെങ്കിൽ നമുക്ക് ഒരു സിംഗിൾ ചാർജായിട്ട് കാണപ്പെടും. അതുകൊണ്ട് അത് പോസിറ്റീവ് ചാർജ് പുറത്തേക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ അയക്കും. സോ ഈ ഫീൽഡ് ലൈൻസ് എവിടെ വന്ന് വീഴും? നമ്മുടെ ഗോസിൻ സർഫസിൽ വന്ന് വീഴും. അത് പുറത്തേക്ക് ഇറങ്ങിപ്പോവും, അകത്തേക്ക് വന്ന് കയറുകയില്ല. പക്ഷേ ഇവിടെ അങ്ങനെയാണോ? അല്ല. ഇത് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നെങ്കിൽ ഉറപ്പായിട്ടും അകത്തേക്ക് വന്ന് വീഴും. സോ ഇവിടെ നമ്മൾ ഒരു ക്ലോസ് സർഫസ് എടുത്തു കഴിഞ്ഞാൽ, ഇതിനെ നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗോസിൻ സർഫസിൽ വന്ന് വീഴുന്ന ആകെ ഫ്ലക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? അത് 0 ആയിരിക്കും. ഇതാണ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം പറഞ്ഞിരുന്നത്. സാധാരണ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം എന്നാണ്. അതുപോലെ അതിൻ്റെ എക്സ്പ്രഷൻ എന്തെന്നാണ്. ഇനി ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസത്തിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? എന്താണ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്? മോണോപോൾ ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസത്തിൻ്റെ സിഗ്നിഫിക്കൻസ്. സോ ഇത് പറഞ്ഞത് എന്താണ്? മോണോപോൾ ഒരിക്കലും കാണപ്പെടുകയില്ല, ഒരൊറ്റ പോളായിട്ട് കാണുകയില്ല. സോ ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ടോപ്പിക്കുമായി നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.